സംസ്ഥാനത്തെ ദുരൂഹ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ തേടി IB. ബിനാമി ഭൂമി വിൽപ്പനകൾ വർദ്ധിച്ചതോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ദുരൂഹ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ വലിയ ഭൂമി കച്ചവടങ്ങളുടെ വിവരങ്ങളാണ് രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്ന് IB ശേഖരിച്ചത്. ബിനാമി ഭൂമി വിൽപ്പനകൾ വർദ്ധിച്ചതായി വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. നഗരപ്രദേശങ്ങൾക്ക് പുറത്ത് ഭൂമിക്ക് വില കുറവുള്ള ഭാഗങ്ങളിലെത്തി ഏക്കർ കണക്കിന് ഭൂമി രജിസ്റ്റർ ചെയ്യുകയാണ്. പലപ്പോഴും ഭൂവുടമകളുമായി വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുന്നവരല്ല രജിസ്ട്രേഷൻ ദിവസം എത്തി ഭൂമി സ്വന്തമാക്കുന്നത്. പലപ്പോഴും ട്രസ്റ്റുകളുടെ പേരിലും ഭൂമി വാങ്ങുന്നു. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ബിനാമി ഇടപാടുകളിലൂടെ ഭൂമി വാങ്ങുന്നതായാണ് IBക്ക് ലഭിച്ച വിവരം. PFI അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ നിരോധിച്ചതിന് ശേഷം ഇത്തരം സംഘടനകൾക്കെതിരെ കർശന നടപടികളെടുത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളെ ഒളിത്താവളങ്ങളാക്കി മാറ്റുന്നതിനാണോ ഭൂമി വാങ്ങിക്കൂട്ടുന്നതെന്ന സംശയവുമുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റുകളെ മറയാക്കിയായിരുന്നു നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നടന്ന ഭൂമി ഇടപാടുകളും IB പരിശോധിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്ന് രേഖകൾ ശേഖരിച്ചതിനൊപ്പം കൂടുതൽ ഭൂമി ഇടപാട് നടന്ന പ്രദേശങ്ങളിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമെത്തി. ബിനാമി ഇടപാടുകളിലൂടെ ഇത്രയധികം ഭൂമി സ്വന്തമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? എന്തിനാണ് ഇത്തരം ഇടപാടുകളിൽ രഹസ്യ സ്വഭാവം? ഇതുതന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.